ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും പിള്ളേരും കുഞ്ഞിയും അമ്മച്ചിയൊക്കെ കൂടി ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഔട്ടിംഗ് എന്ന് പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പിള്ളേരെ കണ്ട് അടുത്തുള്ള ഒരു പാർക്കിൽ പോയി, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ പ്രവാസികളുടെ ഫാമിലിക്ക് ഇതൊക്കെ ഒരു ഔട്ടിങ് തന്നെയാണ്. കാരണം ഇതിലും വലിയ ഔട്ടിങ്ങൊന്നും ഇനി കിട്ടാനില്ല. പിന്നെ വെക്കേഷനാണ്, മദ്രസയിലും നമുക്ക് അവധി തന്നിട്ടുണ്ടായിരുന്നു. ഓരോ സമ്മർ വെക്കേഷനിലും മദ്രസയിൽ അവധി തരാറുണ്ട്. കാരണം ഇനി ക്ലാസ് ഉള്ള സമയത്ത് ടൂറിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പിള്ളേർ വേറെ ലീവ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരാഴ്ച വേറെ അവധി തരാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള അവധിയുടെ സമയം കൂടിയായിരുന്നു. പിന്നെ പിള്ളേരെ എങ്ങോട്ടും കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ പിള്ളേർ നോക്കുമ്പോൾ വെക്കേഷനാണ്, ഫ്രണ്ട്സൊക്കെ അവിടെ പോകണു ഇവിടെ പോകണു, അങ്ങനെ ഓരോന്ന് കാണും അറിയുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ അവർക്കും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി എന്ന് പറയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. പിന്നെ അനിയത്തി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും ടൂറൊക്കെ പോകാറുണ്ട് കേട്ടോ. ഇപ്പോൾ അവരും നിലവിൽ അവരും പുറത്താണ്. അപ്പോൾ നമുക്കിതൊക്കെ ഓപ്ഷനുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ്. വലിയ സെറ്റപ്പൊന്നുമില്ല. കാരണം എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ പിള്ളേരുടെ പ്രായത്തിൽ ഞാൻ മുതൽക്ക് പോയിക്കൊണ്ടിരുന്ന പാർക്കാണ് കേട്ടോ. അന്ന് ആ പാർക്ക് എങ്ങനെയാണോ ഇപ്പോഴും ആ പാർക്ക് അങ്ങനെ തന്നെ. വലിയ പുരോഗമനം എന്നല്ല, പുരോഗമനങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അവിടെ ഒരു ജിമ്മിൻ്റെ ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം. അതായത് നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന വർക്കൗട്ട്സൊക്കെ എല്ലാം തന്നെ ചെറിയ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സെറ്റപ്പുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും തന്നെ ഇല്ല കേട്ടോ. പക്ഷെ പിള്ളേർക്ക് അത് വളരെ വലുതാണല്ലോ. അപ്പോൾ നമ്മളും ആ ഒരു ചെറുപ്പത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാരണം പാർക്കിൽ വലിയ കാര്യമായിട്ടുള്ള റൈഡുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് പാർക്ക് എന്ന് പറഞ്ഞത് ഒരു പാർക്ക് തന്നെയാണ്. പിള്ളേർക്കൊന്ന് ഓടി കളിക്കാനും ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ചെറിയൊരു സ്ഥലം, അതിപ്പോൾ അതായാലും മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കുറവുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ പേ ചെയ്യാന്നുള്ള ഇതിലാട്ടോ അവിടെ ചെന്നത്. അവിടെ ഗൂഗിൾ പേ ഒന്നും ഉണ്ടായിരുന്നില്ല, ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 20 രൂപയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഐഷു മിഠായി വാങ്ങാൻ, ഐസ്ക്രീം വാങ്ങാനെന്നൊക്കെ പറഞ്ഞ് അവളുടെ ഇരുന്നൊരു 20 രൂപ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് കൊടുത്താണ് പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയത്. അങ്ങനെ നമ്മൾ പാർക്കിൽ കയറി കുഞ്ഞും പിള്ളേരൊക്കെ കൂടി ഓരോ റൈഡുകളിൽ കൂടെ ഒക്കെ കയറി നടക്കണ്ട കേട്ടോ. കുഞ്ഞ് പിന്നെ ശരീരം വലുതായെന്ന് മാത്രമേ ഉള്ളൂ, മനസ്സുകൊണ്ട് കുട്ടി തന്നെയാണ്. അപ്പോൾ പിന്നെ പിള്ളേരുടെ ഓരോരോ കളികളും അവൾക്കും ബാധകമാണ്. സത്യം പറഞ്ഞാൽ അവിടുത്തെ റൈഡുകളൊക്കെ മൊത്തത്തിൽ പോയി തുരുമ്പ് പിടിച്ച അവസ്ഥയിലായിരുന്നു കേട്ടോ. പിള്ളേരെ കയറ്റാൻ തന്നെ പേടിയാവുമായിരുന്നു. ഐറൊക്കെ കയറി പോകാണ്ട് സത്യം പറഞ്ഞാൽ നന്നായിട്ട് പേടിയാവുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വിളിച്ച സമയത്ത് ഞാനിത് കാണിച്ചു കൊടുത്തപ്പോൾ ഇക്കാക്ക് ഭയങ്കര പേടിയായിട്ട് എനിക്കിതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇവിടുത്തെ കളികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കണവർക്ക് തന്നെ ഇത്രയും പേടിയാവുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഫോണിൽ കൂടെ അത് കാണുമ്പോൾ ഉള്ള അവസ്ഥ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പേടിയാവും. അവൾ ഐറു കയറിയൊക്കെ പോകാണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിയാവുമായിരുന്നു കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ റൈഡുകളൊക്കെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ. പിന്നെ താഴെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ജിമ്മിൻ്റെ സെറ്റപ്പാണ് പിന്നെ മാറ്റം വന്നിട്ടുള്ളത്. ഈ കുഞ്ഞ് കയറണ ഈ ഊഞ്ഞാലൊക്കെ ഇതിൻ്റെ തൊട്ടപ്പുറമുള്ള ഊഞ്ഞാലൊക്കെ മൊത്തത്തിൽ പോയി കിടക്കുമായിരുന്നു. ഊഞ്ഞാലൊന്നും ഇല്ല, ഊഞ്ഞാലിൻ്റെ ആ ഒരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി കിടക്കുമായിരുന്നു. പിന്നെ പിള്ളേർ ഓടി ഓടി നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാത്തിലും തന്നെ മാറി മാറി കയറണ്ടായിരുന്നു. ഉള്ളതിലൊക്കെ മാറി മാറി അവർ എൻജോയ് ചെയ്ത് കയറണ്ടായിരുന്നു. നമുക്കത് മതിയല്ലോ. നമുക്ക് പാർക്ക് കാണുമ്പോൾ ഇത് എന്ത് പാർക്കാണ്, വലിയ സെറ്റപ്പൊന്നും ഇല്ല എന്നിപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് അത് പാർക്കാണ്, അവർക്കത് മതി. അങ്ങനെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അത് മതിയല്ലോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാർക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്കിലൊരു സംഗതികളും ഇല്ല, റൈഡുകളില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തീരെ ആൾക്കാർ കുറവ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. 5 മണി കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ആളുകൾ കൂടുതലും ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഈ സമയത്തൊക്കെ ആയിരിക്കും ആളുകൾ ഇറങ്ങി തുടങ്ങുന്നത്. കാരണം നമുക്ക് ഭയങ്കര ചൂടാണല്ലോ. 2 മണി 3 മണി സമയത്തൊന്നും പാർക്കിലേക്കൊന്നും പോയി നിൽക്കാൻ പറ്റില്ല, അത്രയും മാത്രം ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ മാറി കഴിഞ്ഞിട്ടായിരിക്കും ആളുകൾ വന്നു തുടങ്ങുന്നത്. എന്നാൽ പോലും ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഓൾമോസ്റ്റ് ആളുകളൊക്കെ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വന്നിട്ട് കുറേ സമയമായല്ലോ. ഞാൻ മൊത്തത്തിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ എന്നാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പാർക്കിലെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പിള്ളേർക്ക് അത് മതി എന്നുള്ള ഒരു മൈൻഡാണല്ലോ എല്ലാവർക്കും. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോകാന്നുള്ളതിൽ എന്നെപ്പോലെയുള്ള പ്രവാസികളുടെയൊക്കെ ഫാമിലി ആയിരിക്കാം മേ ബി ഇവിടെ വന്നത്, അറിയില്ല. അങ്ങനെ കുഞ്ഞി ഓടിപ്പഞ്ഞ് എല്ലാത്തിലും കയറണം കണ്ടുകൊണ്ട് ഞാനും കുഞ്ഞിരോടെ ഈ ഒരു സാധനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ അല്ല കേട്ടോ, ആ സാധനത്തിൽ കയറിയിട്ട് അതിൻ്റെ പൊക്കത്ത് പോയി നിൽക്കുമ്പോൾ നല്ല പേടിയാവും കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. എനിക്കൊരു പ്രാവശ്യം കയറിയപ്പോൾ നല്ല പേടിയായിട്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടുത്തെ കുറച്ച് കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും ഈ പാർക്കിൽ പോകുമ്പോൾ അവിടെ പോകാറില്ല. കുറച്ച് കയറിയൊക്കെ പോകേണ്ട ഒരു ഇത് ഓർത്തിട്ട് നമ്മൾ പോകാറില്ലാത്ത സ്ഥലമാട്ടോ. ഇപ്പോഴും നമ്മളവിടെ പോയിട്ടില്ല. ആ പോണ വഴിക്ക് താഴെയുള്ള ചെറിയൊരു പൂളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് പോകുന്നവരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കുറച്ച് നാൾ മുമ്പ് അങ്ങാണ്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നണു. ഒരു ചെറിയ സൈക്കിളിൻ്റെ സെറ്റപ്പും അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരിത്. അതിൻ്റെ മുകളിലോട്ട് ഒരുപാട് പോകാനുണ്ട്. അതൊന്നും നമ്മൾ വന്നിട്ട് ഒരിക്കലും തന്നെ പോയിട്ടില്ല കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ട് പോയേക്കുന്നതാണ്. അങ്ങനെ കുഞ്ഞു ഐശുവും കൂടെ ആ സൈക്കിൾ കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്ന അവൾ ഓരോരോ പോസൊക്കെ ഐശുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഐശു പിന്നെ ഓരോരോ പോസ് അതേപോലെ കാണിക്കാനും പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും ഒട്ടും മോശമല്ലാത്തതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു കൊടുത്തോലെ അതുപോലെയൊക്കെ തന്നെ ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരെ ഒന്ന് പോയിട്ടോ. കുഞ്ഞിക്ക് പണ്ട് +1 10th എന്തോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെറിയ നൊസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ തീരെ പറ്റില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആകെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ മാത്രം രക്ഷയില്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് വാങ്ങി കൊടുക്കണതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാറേ ഇല്ല. കാരണം പിള്ളേർക്ക് എപ്പോഴും ചുമയും നീർക്കെട്ടും പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമൊന്നും കഴിക്കാറുമില്ല. പിള്ളേർക്കൊന്നും ഒട്ടും വാങ്ങി കൊടുക്കാറില്ല. കല്യാണങ്ങൾക്ക് പോകുമ്പോൾ എല്ലാവരും കഴിക്കണം കാണുമ്പോൾ പിന്നെ വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഓരോന്ന് വാങ്ങി കൊടുക്കും. പിന്നെ പാർക്കിൽ ഓൾറെഡി നല്ല ചൂടുമായി ഇങ്ങനെ മൊത്തത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ പറ്റില്ലായതുകൊണ്ട് തന്നെ നമ്മളൊരു ഐസ്ക്രീം അവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും ഇവരാരെയും കാണാനില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവർ ഈ ഒരു ജിമ്മിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ വന്ന് അവരോരോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി കേട്ടോ. ഇരുട്ടായതുകൊണ്ട് ഞാൻ കണ്ടില്ല. നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ വിളിച്ചാണ് അവരെ കണ്ടുപിടിച്ചത്. അങ്ങനെ അത് അത്യാവശ്യം വെറുത്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിള്ളേർക്ക് എല്ലാം ഓക്കെയാണ്. പക്ഷെ നമുക്ക് വലിയ ആൾക്കാർക്ക് പോകുമ്പോൾ ഇതെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ പുതിയ സെറ്റപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 7 മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ മഗ്‌രിബ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കടയിൽ ചായ കുടിക്കാനൊക്കെ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി ഓരോരോ കടികളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നതല്ല. അവിടെ നിന്ന് ഓൾറെഡി ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം പാർക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാൾ റേറ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീമിന്. അപ്പോൾ പിന്നെ നമ്മൾ ഇത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ എന്നാലും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു 4 മണിക്ക് ആ ഒരു ചായ കുടിച്ച് അങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ കുടിക്കാത്തതുകൊണ്ട് എന്തോ ഒരു വിഷമം. അതുകൊണ്ട് അങ്ങനെ കയറി. പിന്നെ എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ കയറണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറി ഓരോ ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിയും പിള്ളേരും കോഫിയാണ് ഓർഡർ ചെയ്തത്, ഞങ്ങൾ ചായയും. പക്ഷെ അവർ കോഫി ഓർഡർ ചെയ്തത് വെറുതെ ആയി പോയിട്ടുണ്ടായിരുന്നു. കോഫിക്ക് ഭയങ്കര കയ്പും തീരെ മധുരമില്ലായിരുന്നു. കാര്യം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും മധുരം ഇട്ട് തരും. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അവരത് തന്നെ കുടിച്ചു. നമ്മൾ ചായ വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇത് കുടിച്ചിട്ട് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുപോലെ തോന്നി. കാരണം നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി ചായ കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചായ തീരും. നമ്മൾ എന്തായാലും വീടുകളിൽ ഉണ്ടാക്കി കുടിക്കുന്ന ചായനേക്കാളും കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവുമല്ലോ കടകളിലെ ചായക്ക്. അപ്പോൾ പെട്ടെന്ന് തീർന്നു പോയാലുണ്ട് എനിക്ക് എപ്പോഴും തോന്നാറ്. പക്ഷേ ഇവിടുത്തെ ചായ എന്ത് ചെയ്ത് കുടിച്ചിട്ട് തീരാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ചായയും കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ പിള്ളേരും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെയൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞി ഇരിക്കുന്ന പ്ലേസ് മാത്രം നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ബാക്കി മൊത്തം നല്ല അലങ്കോലമായിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ എൻ്റെയും കുഞ്ഞിയുടെയും 2 വീലർ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അവിടെ നിന്ന് ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. തിരിച്ചും അതേപോലെ തന്നെ അവിടെ നിന്ന് ബസ്സിൽ കയറി നമ്മൾ നമ്മുടെ സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോയ വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ബ്ലോക്ക് തോന്നില്ല. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. കുറച്ചധികം ലേറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ അവിടെ അത്തച്ചി ഉണ്ടായിരുന്നു. അത്തച്ചി പണി കഴിഞ്ഞ് വന്ന് നിൽക്കണ്ടായിരുന്നു. പിന്നെ അത്തച്ചി പിള്ളേരെ കണ്ടപ്പോൾ എന്തൊക്കെയോ വാങ്ങിക്കൊടുക്കാനായിട്ട് പിള്ളേരെ കൊണ്ട് കടയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചാൽ ശരിയാവില്ല. കാരണം എപ്പോഴും വയറുവേദനയും ഫുഡ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുന്ന പിള്ളേരാണ് എൻ്റെ പിള്ളേർ. അതുകൊണ്ട് പിന്നെ വലിയ ക്രീമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബിസ്ക്കറ്റൊക്കെ വാങ്ങിപ്പിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. പിന്നെ ഫ്രിഡ്ജിൽ നാരങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പിഴിഞ്ഞ് കുടിച്ചു. ഇപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ദാഹം പരവേശമൊക്കെ ആലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്